ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മുടെ ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞൊരു അടിപൊളി ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിന്റെ ലൈവ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. യെസ്, എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് കൂടെ നോക്കാം അല്ലേ. അപ്പൊ ഇതാണ് ആ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. അതായത് നമുക്ക് മെഷർ തന്നിട്ടുണ്ട്. എന്താണ് മെഷർ തന്നിട്ടുള്ളത്? ഇതാ ഇവിടെ 4 meters 30 centimeters, 4 meters 3 centimeters, 4 meters 3 millimeters അതൊക്കെ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫ്രാക്ഷണൽ ഫോം അഥവാ നമ്മൾ എന്തിലേക്ക് ആക്കണം? ഫ്രാക്ഷൻ ഫോമിലേക്ക്. അതായത് ഇവിടെ നിങ്ങൾ കണ്ടോ 4 meters-ഉം 30 centimeters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 30/100 meters എന്ന് നമ്മൾ മാറ്റി എഴുതും. ഇത് നമ്മൾ എന്ത് ചെയ്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ് അല്ലേ. ഫ്രാക്ഷണൽ ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ നമ്മൾ ആദ്യം എഴുതാം. പിന്നെ നമ്മൾ എന്താക്കും? ദശാംശ രൂപത്തിലേക്ക്, അതായത് ഡെസിമൽ ഫോമിലേക്ക് ഇതിനെ മാറ്റാം. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ. അപ്പൊ ഈ 4 × 3 30/100 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പൂജ്യങ്ങളാണ്? താഴെ 2 പൂജ്യങ്ങളാണ്. അപ്പൊ 2 ഡെസിമൽ പ്ലേസ് നമ്മൾ നീക്കുമ്പോൾ നമുക്ക് 4.30 മീറ്റർ എന്ന് കിട്ടും, വിച്ച് ഇസ് സെയിം ആസ് 4.3 meters അല്ലെ. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ, 4 meters-ഉം 3 centimeters-ഉം. അപ്പോൾ നമുക്കറിയാം സെന്റിമീറ്റേഴ്സിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 4 × 3/100 എന്ന് നമ്മൾ എഴുതും അല്ലെ. 4 × 3/100 എന്ന് എഴുതും. ഇനി നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ എത്രയാണ്? 2 പൂജ്യങ്ങളാണ് നമ്മുടെ ഡിനോമിനേറ്റർ ഉള്ളത്. 2 ഡെസിമൽ പ്ലേസസ് ആണ് നമ്മൾ നീക്കേണ്ടത് അല്ലെ. ഒരെണ്ണം നമ്മൾ നീക്കി, അടുത്ത നീക്കാൻ നമുക്ക് അവിടെ ആളുണ്ടോ? ആളില്ല. അപ്പൊ നമ്മൾ 0 ഇട്ട് കൊടുക്കും അല്ലെ. അപ്പൊ നമ്മൾ 4.03 എന്ന് നമ്മൾ ആൻസർ എഴുതി കൊടുക്കും. 4.03 എന്ന് നമ്മൾ ആൻസർ എഴുതി കൊടുക്കും. സെറ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 meters-ഉം 3 millimeters-ഉം. 4 meter ഉണ്ട്, 3 millimeter ഉണ്ട്. ഇതിനെ മീറ്ററിലേക്ക് മാറ്റാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ചെയ്യണം? 1000 അല്ലെ, 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 4 × 3/1000 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ മക്കളെ 3/1000 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഡെസിമൽ പ്ലേസസ് ആണ് നീക്കേണ്ടത്? 3 ഡെസിമൽ പ്ലേസ് നീക്കണം അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2 ആൻഡ് ഇവിടെ 3. സോ 4.003 എന്ന് കിട്ടും. 4.003 meters എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതേപോലെ ബാക്കിയുണ്ട്, നമ്മുടെ ആ ഒരു ടേബിളിന്റെ ബാക്കി കൂടെ ചെയ്യാനുണ്ട്. കിലോഗ്രാമും ഗ്രാമിന്റെയും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതായത് നേരത്തെ എന്തായിരുന്നു? സെന്റിമീറ്ററും മീറ്ററും ആയിരുന്നു. ഇവിടെ നമുക്ക് കിലോഗ്രാമും ഗ്രാമും ആണ്. അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാനാണ് തന്നിട്ടുള്ളത്. സോ 3 kilogram 200 grams. ഈസി അല്ലേ. 3 × 200/1000. 3 × 200/1000 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കിലോഗ്രാമിലേക്ക് അതിനെ മാറ്റാൻ പറ്റും അല്ലേ. അപ്പൊ എത്ര ഡെസിമൽ പ്ലേസസ് ആണ്? ഇവിടെ ഈ 0-യും 0-യും ഒക്കെ ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ 3 × 2/10 എന്ന് കിട്ടി. അതായത് ഒരൊറ്റ ഡെസിമൽ പ്ലേസ് നമ്മൾ നീക്കിയാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് 3.2 kilogram ആണ് എന്ന് നമുക്ക് കിട്ടും. 3.2 kilogram ആണെന്ന് കിട്ടും. അടുത്ത നോക്കിക്കേ, 3 × 250/1000 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ 0 നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി 2 ഡെസിമൽ പ്ലേസസേ നമുക്ക് നീക്കാനുള്ളൂ അല്ലേ. കാരണം എന്താണ്? ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എന്തുണ്ട്? 2 zeros ആണുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോവാണ്? ഇവിടെ 1, ഇവിടെ 2. സോ നമുക്ക് എന്ത് കിട്ടൂടാ? നമുക്ക് 3.25 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേ, 3 kilograms-ഉം 25 grams-ഉം ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ എങ്ങനെയാ നമ്മൾ അതിനെ മാറ്റുക? 3 × 25/1000. ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോഴോ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 3 ആൾക്കാർ വേണം അല്ലെ. 25 കൂടെ കൂട്ടിയിട്ട് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 3 ആൾക്കാർ വേണം. ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, 3.025 kilograms എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.